ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു പർച്ചേസ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. പർച്ചേസ് എന്ന് പറയുമ്പോൾ പെൺപിള്ളേർക്ക് എന്താ കൂടുതൽ ഇഷ്ടം? ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ പർച്ചേസ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഓക്കെ, പിന്നെ വ്ലോഗ് എടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മാറ്റിയിരുത്തിയതാണ്. പക്ഷേ ആൾ ക്യാമറ പൊക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അമ്മ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് വന്നത്. ഒരു ഹായ് പറഞ്ഞേ, മര്യാദയ്ക്ക് പറയും. ഹായ്, ഹലോ ഗൈസ്, നാളെ വന്ന് ഓക്കെ. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ മെറ്റീരിയൽ വാങ്ങലെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ആത്മാവിൽ തൊട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നാട്ടിലത്തെ ആ ഒരു എഫക്റ്റ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല പർച്ചേസ് ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ മെറ്റീരിയൽ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാലും ഞാനിപ്പം നാട്ടിൽ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്ത് കുറേ കടകളുണ്ടല്ലോ, അവിടെയൊക്കെ പോയി വാങ്ങുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. എന്നാലും നമ്മളിപ്പം വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ മോളുടെ ബർത്ത്ഡേ സമയമായപ്പോഴും പിന്നെ അവിടെ ഋഷ്വിതയ്ക്ക് സ്കൂളിലൊരു കാർട്ടൂൺ ഫെസ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ വാങ്ങിയത് ഇവിടെ ഒരു ഫേമസ് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലാണെങ്കിൽ മെറ്റീരിയൽ മാത്രമേ കിട്ടുള്ളൂ. അവിടെ പോയിട്ടാണ് ഞാൻ നോർമലി മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ വേറൊരു കടമുണ്ട്, അവിടെയും മെറ്റീരിയൽസ് മാത്രമാണുള്ളത്, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ റേറ്റ് ഒക്കെ തന്നെയാണ്, അവിടെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ, എപ്പോഴും നമ്മൾ മറ്റേ കടയിലല്ലേ പോകുന്നത്, അവിടെയാണെങ്കിലോ എല്ലാ സാധനങ്ങളും എവിടെ ഇരിക്കുന്നത് എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടെന്ന് എനിക്കിപ്പോൾ ബൈ ഹാർട്ടായിട്ട് അറിയാം. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പുതിയ ആ കടയിലൊന്ന് പോയി ട്രൈ ചെയ്യാമെന്ന്. പിന്നെ ഈ പർച്ചേസ് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒക്കേഷനൊന്നുമില്ല, ഞാനിത് എന്തിനാണ് വാങ്ങുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഒരാഗ്രഹം, ചുമ്മാ അവിടെ പോയി കണ്ട് എന്തെങ്കിലും മെറ്റീരിയൽസ് എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എടുക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ വൈകുന്നേരമാണ് ഞാൻ പോകുന്നത്, കാരണം എപ്പോഴാണ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ലൈറ്റ് ഡിഫറൻസ്, കളർ വേരിയേഷൻസ് ഒക്കെ വരുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന വല്ല മെറ്റീരിയൽസും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരാം. ഓക്കെ ദെൻ, ബൈ. ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടിയത് കൊണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പാർക്കിംഗ് കിട്ടത്തില്ല. അതുപോലെ അവിടെ എന്തോ വൺ വേയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ്, അതൊന്നും എനിക്കറിയത്തില്ല. ഇവിടുത്തെ ഡ്രൈവിങ്ങിനെ പറ്റി എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എത്ര പോയാലും എനിക്ക് വഴിയൊന്നും ഓർമ്മയിരിക്കത്തില്ല. ഈ ചേട്ടനൊക്കെ എങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. സോ ഞങ്ങളൊരു പാർക്കിംഗ് സ്പേസ് കിട്ടിയത് കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് നടന്നു പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നടക്കാം. ബാ. ഈ ഒരു ഷോപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ നിന്നാണ് എടുക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അല്ല, ഇങ്ങനത്തെ മെറ്റീരിയൽസ് കിട്ടുന്ന ഒത്തിരി ഷോപ്പ് ഈ ഭാഗത്തുണ്ട്. അത് കണ്ടപ്പോൾ വെറുതെ ഇട്ടൊന്നേ ഉള്ളൂ. ഈ കാണുന്ന ഷോപ്പിലാണ് ഞാൻ മുമ്പൊക്കെ ഡ്രസ്സ് മെറ്റീരിയൽ എടുക്കാൻ വരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെയല്ല കയറാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വേറെ ഷോപ്പിലാണ് പോകുന്നത്. അവിടെ കിട്ടിയില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ. ഹലോ, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് ബാ ബാ, ഇങ്ങ് ബാ. അങ്ങനെ ഫൈനലി നമ്മളിതാ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇതുവരെ ഞാൻ ഇതിനകത്ത് കയറിയിട്ടില്ല. ഈശ്വര, കട കൂട്ടിയിരിക്കുവാണോ? ഇല്ല, എൻട്രൻസ് അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു. നല്ല കാറ്റ്. സോറി ഗൈസ്, ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെയും ക്ലോസ്ഡ്, ഇവിടെയും ക്ലോസ്ഡ്. ലൈറ്റ് ഉണ്ട് പക്ഷേ ഓപ്പൺ ചെയ്തിട്ടില്ല. നോക്കട്ടെ. നേരത്തെ ആ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നേക്കുക. അപ്പം ഇതാണ് ആ ഷോപ്പ്. ഇറ്റ്സ് ഓപ്പൺ നൗ. അപ്പം നമുക്ക് കയറി നോക്കാം ഇവിടെ എന്തുണ്ട് എന്നുള്ളത്.
भैया आओ आओ भाई रुकते ये वाला है ना ये 5T ये കൊള്ളായിരിക്കും, സൂപ്പറായിരിക്കും. क्या रुपए मीटर है അതല്ല അതിൻ്റെ ബാക്കിൽ യെസ് ദാറ്റ് വൺ. രണ്ടും കൊള്ളാം, രണ്ടും എടുത്തു. അങ്ങോട്ട് നോക്കണ്ട, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. ये सुविधा पूरा पा सकते हैं, सारे भी अभी पूरा पा सकते हैं। ये सर्वोत्तम ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് ഗൈസ്, കൺഫ്യൂഷനിലാണ്. എന്ത് വാങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി ഇത് എന്തിനാണ് വാങ്ങുന്നതെന്ന് പോലും എനിക്ക് ഐഡിയ ഇല്ല. പിന്നെയാണ് ഇനി എന്ത് വാങ്ങണമെന്നുള്ളത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ എന്ത് വാങ്ങണം, ഏതെടുക്കണം, എന്തെടുത്താൽ കൊള്ളാം എന്ന്. കാരണം എൻ്റെ മൈൻഡിൽ ഞാനൊരു റെഫറൻസ് ഇമേജ് വെച്ചിട്ടുണ്ട്. അതിനുള്ളൊരു ഡ്രസ്സ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ തപ്പിക്കൊണ്ട്. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഒത്തിരി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ എനിക്ക് കണ്ടിട്ട് നമ്മളെ നാട്ടിലെ കൈലി കണക്കൊക്കെ തോന്നി. പക്ഷെ കൈലി അല്ല, നമുക്ക് ഈ പലാസോ തയ്ക്കാൻ അല്ലെങ്കിൽ സൽവാർ തയ്ക്കാൻ അതിനൊക്കെ ഈ ജസ്റ്റ് ഒരു കാഷ്വൽ വെയർ പോലെ അങ്ങനെയൊക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് ഉള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ പെട്ട് നിൽക്കുകയാണ് ഗൈസ്. അത്തള പിത്തള തവളാച്ചിയൊക്കെ പറഞ്ഞു നോക്കുക ഏതെടുക്കണമെന്ന്. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഏട്ടൻ പറയുക, നീ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് വായേണ്ട കൊച്ചേ, നിനക്ക് എന്തിനാണെന്ന് പോലുമുള്ള ബോധമില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ പിന്നെ കൺഫ്യൂഷൻ, നീ എന്തെങ്കിലും ഒന്ന് എടുക്ക്, ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പിള്ളേർക്കെങ്കിലും 2 ഫ്രോക്ക് തയ്ച്ചു കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് എന്നിട്ടും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. കുറേ ഉണ്ട്. സാധാരണ ഞാൻ പോകുന്ന ആ ഷോപ്പെന്ന് പറയുമ്പോൾ ഒരു വലിയ ഷോപ്പാട്ടോ. 2 ഫ്ലോർ ഫുള്ളായിട്ട് ഡ്രസ് മെറ്റീരിയൽസ് മാത്രം. ഒരു വൈഡ് കളക്ഷൻസ് അവിടെ, പാർട്ടി വെയറും ഒക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഷോപ്പ് കുറച്ച് ചെറുതാണ്. സിംഗിൾ ഫ്ലോർ ആണെങ്കിലും അവർ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടി വെയർ ആയാലും നെറ്റിൻ്റെ മെറ്റീരിയൽ ആയാലും ഗ്ലിറ്റർ മെറ്റീരിയൽസ് ആയാലും എല്ലാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അവിടത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അവിടെ നിന്ന് ഹിന്ദിക്കാരൻ ചേട്ടൻ്റെ അറിയാവുന്ന ഭാഷയിൽ മിറർ ഹെയർ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മിറർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവനാണ് ഈ തുണിയുടെ ഇടയിൽ നിന്നൊക്കെ തപ്പിപ്പിടിച്ചൊരു കണ്ണാടി കാണിച്ചു തന്നു. അങ്ങനെ 2 ഡ്രസ്സും വെച്ചൊക്കെ നോക്കുവാണ്. എന്തിനുള്ള പുറപ്പാടാണോ ആവോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ, അതായത് അല്ല റൈറ്റ് സൈഡിൽ, ലെഫ്റ്റും റൈറ്റും തിരിച്ചറിഞ്ഞൂടെ ഈശ്വര, റൈറ്റ് സൈഡിലിരിക്കുന്ന ഡ്രസ്സ് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ പാറ്റേൺ ആണ്. ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നത് ഓക്കെയാണ്. എന്നാൽ പിന്നെ മോളടുത്ത് അഭിപ്രായം ചോദിച്ചില്ലെന്ന് വേണ്ട, ഇനി അതിൻ്റെ ഒരു കുറവും വേണ്ട. അവളടുത്ത് ചോദിച്ചപ്പോൾ അമ്മ അത്തല പിത്തലയാണ് പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്കി പിങ്കി പൊങ്കി പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഞാൻ ഈ ഡ്രസ്സ് എടുത്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവൾ ഇതേണ്ടേ അപ്പുറത്തത് എടുക്കാൻ പറയുന്നു. എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഇത് ഓക്കെ ആണെങ്കിൽ ഇത് എടുത്തോളാൻ അവൾ സമ്മതിച്ചു. അതാണ് സത്യം. അങ്ങനെ ഫൈനലി കിട്ടി ഗൈസ്, കിട്ടി. ഇതിന് എന്താവുമെന്ന് എനിക്കറിയില്ല. കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു റെഫറൻസ്, ഒരു ഇമേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പൊക്കണ രീതിയിൽ ഞാൻ കിട്ടിയവനെയും കൊണ്ടുതാ പോവാണ്. ഇനി എന്തെങ്കിലും ഒരു ഡ്രസ്സായിട്ട് വരും, അപ്പം ഞാൻ കാണിക്കാം. ബൈ.